ഹലോ ഹായ്. അസർബൈജാൻ്റെ മൂന്നാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ. അടിപൊളി കാഴ്ചകളൊക്കെ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇന്നത്തെ ദിവസം കാണാൻ പോകുന്ന സ്ഥലങ്ങളും ഇവിടുത്തെ അസർബൈജാനിലെ മെയിൻ നമ്മൾ അസർബൈജാനിൽ വരുമ്പോഴും കണ്ടിരിക്കേണ്ട ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ആ പുതിയ പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. ഇവിടെ തണുപ്പുണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ഞാൻ ക്യാപ്പൊന്നും ഇട്ടിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. ചില ഏരിയയിലേക്ക് പോകുമ്പോഴാണ് തോന്നുന്നുണ്ട് തണുപ്പ് കൂടുന്നത്. എന്തായാലും കുഴപ്പമില്ല, കോട്ടിട്ടുണ്ട്. അവിടെ കാണുന്നത് ഇവിടുത്തെ ഷിപ്പ് യാർഡാണ് എന്താ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ വഴിയിലാണ് പോകുന്ന വഴി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ്. ജസ്റ്റ് അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഇവിടുത്തെ അസർബൈജാനിലും സ്വീറ്റ്സ്, സ്പെഷ്യൽ സ്വീറ്റ്സുകളാണ് കേട്ടോ. സ്വീറ്റ്സ്, ഒരുപാട് സ്വീറ്റ്സുകളുണ്ട് ഇവിടെ കേട്ടോ. ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ്, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചിപ്സ് ചെയ്യാനൊക്കെ ഇവിടെ പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ബീവറേജൊക്കെ എല്ലാ സാധനങ്ങളും വോഡ്ക, വിസ്കി, ബ്രാൻഡി സാധനം, റഷ്യൻ. അവിടെ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ കയറാൻ നിന്നില്ലേ, അപ്പോൾ ഇവിടെ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് കാസ്പിയൻ സീ ഉള്ളത് കേട്ടോ. ഞാൻ ഇതിന് മുന്നത്തെ വ്ളോഗിൽ ഞാൻ പണ്ടുണ്ട് കാസ്പിയൻ സീനെ കുറിച്ച് അല്ല. അപ്പോൾ അത് നമ്മളത്ര ലോഗിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഇത് ഏകദേശം ഈ റോഡിൻ്റെ അടുത്താണ് ഈ സാധനം. അവിടെ ഷിപ്പ് യാർഡ് എന്തോ സംഭവം. മഡ് വോൾക്കാനോ എന്ന് പറയുന്ന ആ ഒരു സംഭവം നിൽക്കുന്നത് ഗോബിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ നിന്നാണ് ഗോബിസ്ഥാൻ, അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകേണ്ടത്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഗോബിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെയാണ് മഡ് വോൾക്കാനോ എന്ന് പറയുന്ന ആ ഒരു സംഭവം. അതായത് ഒരു തരം ക്ലേയാണ്, ചളിയാണ്. അത് നമ്മളെ സ്കിന്നിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെയാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് നടന്നു പോകണം. ഒരു ജസ്റ്റ് 100 മീറ്റർ നടന്നാൽ മതി, അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നല്ല നല്ല കാറ്റുണ്ട്, അടിപൊളി തണുപ്പുണ്ട്. സ്നോ അല്ലെങ്കിലും ചെറിയൊരു മഴ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലാണ്. അടിപൊളി നല്ല തണുപ്പ്. ഓക്കെ, നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. നമ്മളെ ഗൈഡ് ഞങ്ങൾ ഹഫീന്ന വിളിക്കണേ. അല്ല, ചെറിയ ഈ സ്നോ ആണോ ചെറിയ മഴയാണെന്ന് അറിയില്ല, കാറ്റടിച്ചിട്ട് മുഖത്തൊക്കെ വന്ന് അടിക്കും. നല്ല തണുപ്പും അടിപൊളി. വാവ്, ഈ മഡ് വോൾക്കാനോടെ എൻട്രൻസ് ആണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മളൊരു സംഭവം കണ്ട്. ഇവിടെ നമുക്ക് ഇതൊരു ഓട്ടോമാറ്റിക് മെഷീനാണ് കേട്ടോ. ഇതിൽ നിന്നിട്ട് നമുക്കിവിടെ മൊബൈൽ ക്യാമറ ലൈറ്റ് അറേഞ്ചൊക്കെ ഉണ്ട്. ഈ മെഷീൻ ഇതിൽ നിന്നിട്ട് നമുക്ക് വീഡിയോ എടുത്തിട്ട് അത് ഓട്ടോമാറ്റിക് കറങ്ങും. ഈ സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കറങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് അതിൽ നിന്ന് നിർത്താൽ മതി. എന്നിട്ട് ആ വീഡിയോ എല്ലാ ഭാഗങ്ങൾക്കും ഇങ്ങനെ ഫോട്ടോത്തിൽ കറങ്ങും. ഇവിടെ ഇതിൻ്റെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ എന്ന സംഭവങ്ങളൊന്നും
കരകൗശല സംഭവങ്ങളെ തോന്നുന്നുണ്ട് ഇവിടെ. അതന്നെ ഇത് ജസ്റ്റ് ഒരു വിസിറ്റേഴ്സിനുള്ള ഒരു ഏരിയയാണ്. ഇതിൻ്റെ പുറത്തേക്ക് കടന്നിട്ടാണ് നമുക്ക് ഈ മഡ് വോൾക്കാനോ എന്നറിയാൻ പറ്റില്ല, ലാവ്ക്ലേ ചളിയുടെ ഒരു സംഭവം ഉള്ളത്. അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യം. ഈ മഡ് വോൾക്കാനോ അങ്ങനെയാണ്. ഇതെന്തൊരു പ്രത്യേകതര ചളിയാണ് ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന. അതിൻ്റെ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഈ വോൾക്കാനോ എന്നുള്ളത് ഈ സ്ഥലത്തെ കല്ലുകളാണ്. ബാക്കിയുള്ള ഈ സ്റ്റോണുകളൊക്കെ അസർബൈജാൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കല്ലുകൾ. അത് മാർബിൾ ഐറ്റംസ് ആണ്. മാർബിൾ ഇങ്ങനത്തെ കല്ലുകൾ ആണ്. ഓരോരോ സ്ഥലങ്ങൾ ഓരോ ഏരിയയിലുള്ള കല്ലുകൾ ഇതിലൂടെ ഷോ ചെയ്തിട്ടാണ്. പഴയ കാലത്തൊക്കെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മളെ അവിടെ നിന്ന് വന്നാൽ മറ്റൊരു സ്ഥലം ഇവിടെ മ്യൂസിയമാണ്. ജാപ്പനീസ് മാന് ഇതിനൊക്കെ എന്താണ് ഫോസിലുകളാണ്. അങ്ങനെ അവനെ ഇത് വേറെ പൂച്ച, ഇവിടെ പൂച്ചകളിൽ ഫോക്സ് ഉണ്ട്, മങ്കി, ഒരു ജീവികളുടെ ഫോസിലുകളാണ്. എലിയുടെ അടക്കുന്നുണ്ട്. എലി ഇതൊരു പൂച്ചയാണ്. അങ്ങനെ പല പല പുസ്തകത്തിൻ്റെ ഇതാണ്. ഇതിനൊക്കെ പിക്ചർ, ഓരോ മൃഗങ്ങളെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോക്കസാണ് ഇവിടെ ഉള്ളത്. എൻ്റെ പൊന്നെ ജിറാഫിൻ്റെ പോസ്റ്റാണിത്. ആനയുടെ പോസ്റ്റ്. അതാ കാല് ഏറ്റവും അല്ല തല ചൊറിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതേപോലെ ആ പോസ്റ്റിൽ ഒറിജിനൽ തന്നെയാണെന്ന് തോന്നുന്നില്ലേ? ഒറിജിനൽ തന്നെയാണ്. അത് കേട് വരാതെ അങ്ങോട്ട് വെച്ചിട്ടുള്ളൂ. തവള, പാമ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. എന്തൊക്കെയാണ് ഇതൊക്കെ ഒറിജിനൽ. അതങ്ങനെ കേട് വരാത്ത രീതിയിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. കുറേ ജീവികളാണ് കേട്ടോ. വെറൈറ്റി എല്ലാം ഒറിജിനലാണ്. എന്താ നമുക്ക് ആ രീതിയിൽ അങ്ങനെ കീപ്പ് ചെയ്തിട്ടുള്ളതാണ്. പൂമ്പാറ്റ, ഈച്ച പോലെ കുറേ ഇവിടെ കുറേ കീ ചെയിൻസിലൊക്കെ വെച്ചിട്ടില്ലേ. ഇതിലുള്ളതൊക്കെ ഒറിജിനൽ ജീവികളാണ് ഈ കീ ചെയിനിലുള്ളത് കേട്ടോ. ഇത് മഡ് വോൾക്കാനോടെ ഇതാണ്. സ്റ്റോണ് അങ്ങനെ ഓരോ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ മഡ് വോൾക്കാനോ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കാണാൻ നല്ല സ്നോ ഉണ്ട്, നല്ല കാറ്റുണ്ട്. അത് മുഖത്ത് വന്ന് അടിക്കുകയാണ്. ഇതാണ് ഈ സംഭവം, ഈ മഡ് വോൾക്കാനോ എന്നുള്ളത്. ഇത് ഇവിടെ വെള്ളം വന്നിട്ട്, വെള്ളം ചെളിയും കൂടി ഭൂമിയുടെ അടിയിൽ നിന്ന് പൊന്തി വന്നിട്ട് ഉള്ളൊരു സംഭവമാണ് ഈ ഒരു ഏരിയ. ഇവിടെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ചളി. പക്ഷേ ഈ ഭൂമിയുടെ അടിയിൽ വന്നാൽ ഈ ചളി എന്തോ ഒരു അതിന് നമ്മളെ സ്കിന്നിനും ഇതിനൊക്കെ പറ്റിയ അതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചളിയാണ് എന്നാണ് പറയണത്. ഒരാൾക്കാർ അതിൽ വന്ന് ഇറങ്ങും, ചളി വാരി മേലൊക്കെ തേക്കുന്നൊക്കെ കാണാം. ഇതാണ് സംഭവം കേട്ടോ. ഇതിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിൽ കയറിയിട്ട് സംഭവം നല്ല കാര്യം. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ വന്നിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒന്ന് കാണാം ഈ ഒരു ഏരിയ. ഇങ്ങനെ സംഭവം ഇത് അസർബൈജാനിൽ വരുമ്പോൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മഡ് വോൾക്കാനോ എന്ന് പറഞ്ഞാൽ. അതിപ്പോഴും ആ ചളി ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അടിയിൽ നിന്ന് അതിങ്ങനെ ഫോഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചളി ഇങ്ങനെ നല്ല കാറ്റും മുഖമൊക്കെ വന്നിട്ട് ഇങ്ങനെ സ്നോ അടിച്ചിട്ട് നല്ല വേദന ഉണ്ട്. പക്ഷെ ഇത്രയും ദൂരം ഇത്ര റിസ്ക് എടുത്തിട്ട് ഈ ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് ഈ സ്ഥലം കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ അസർബൈജാൻ വന്നിൻ്റെ ട്രിപ്പിൻ്റെ ഒരു ഇത് കുറഞ്ഞു പോകും. അതുകൊണ്ട് മാത്രമാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഈ സംഭവം കാണിച്ചത്. നമുക്കതിൽ ഇറങ്ങിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. ഞാനീ പറയുന്ന വോയിസ് എത്രത്തോളം ക്യാച്ച് ചെയ്യുന്നതെന്ന് അറിയില്ല, അത്രയധികം കാറ്റുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥലം ഒന്ന് കാണണം എന്നുള്ളതുണ്ടായിരുന്നു. അസർബൈജാനിൽ വരുമ്പോൾ കാണേണ്ട മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലം തന്നെയാണത് കേട്ടോ. ഈ ഞാനിപ്പോൾ ഇതിൻ്റെ എടുത്തു പറഞ്ഞ സംഭവം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മൈക്ക് ഉണ്ടല്ലോ, ഹോളിലാൻഡ്, ഇത്രയധികം കാറ്റത്ത് ഈ മൈക്ക ഇതിൻ്റെ ഒക്കെ കട്ട് ചെയ്തിട്ട് വോയിസ് കറക്റ്റ്. ഞാൻ ജസ്റ്റ് അവിടുന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കുമ്പോൾ ഇത്രയും കാറ്റത്ത് നിന്നിട്ട് സംസാരിക്കുന്നതല്ല, നല്ല ക്ലിയറിലാണ് ആ വോയിസ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഹോളിലാൻഡിൻ്റെ മൈക്കൊക്കെ ഒരു ഇതുണ്ട്. നമ്മൾ വേറെ ഏതെങ്കിലും മൈക്ക് ഉപയോഗിക്കാൻ ഇത്ര കിട്ടിയെന്നൊരു വരില്ല. അപ്പോൾ ആ ഒരു മൈക്കും കൂടെ എനിക്ക് ഭയങ്കര കംഫർട്ടായി. കാറ്റിൻ്റെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുക. നോക്കിൻ്റെ ബാക്ക് മഡ് വോൾക്കാനോ കണ്ടിട്ട് തിരിച്ചിറങ്ങി. ഇനി ലാൻഡ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന മൗണ്ട് ഫയർ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മഡ് വോൾക്കാനോ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമ്മർ സീസണിൽ വരിക. കാരണം ഈ സമയത്ത് ഇപ്പോൾ നമുക്കൊക്കെ അവിടെ ചെന്ന് കാണാം എന്നല്ലാതെ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ ആ ചെളിയിൽ ഇറങ്ങി കുളിക്കാനോ, കുളിക്കുക വെച്ചാൽ നമ്മുടെ ദേഹത്ത് ഇതാക്കാനോ പറ്റില്ല. കാരണം ഫുള്ള് മഴ പെയ്തിട്ടും അല്ലെങ്കിൽ ആ വെള്ളം വന്നിട്ടൊക്കെ നനഞ്ഞ് ചളിയൊക്കെ ഇട്ട് കിടക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ സമ്മർ സീസണിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണോ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ വരണം. ഓക്കെ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അസർബൈജാനിൽ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റ് വന്നതാണ്. ഇവിടെ ഞാൻ കണ്ടത് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലായിക്കോട്ടെ, റെസ്റ്റോറൻറ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, പുറത്ത് നല്ല തണുപ്പായിരിക്കും, പക്ഷേ അവർ അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ചൂട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അസർബൈജാനിൽ വരുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുക, ഈ സൈഡിൽ കൊടുക്കുക. അത് വെച്ചിട്ട് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ നോക്കാം. ബെറ്റർ ജനുവരി ഫെബ്രുവരിയാണ്, പക്ഷേ ഓരോ ടൈമിലെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കൊടുക്കാം. അത് വെച്ചിട്ട് നോക്കിയിട്ട് വരാം. ലാൻഡ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അസർബൈജാനിലെ മെയിൻ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ലാൻഡ് ഓഫ് ഫയർ, അല്ലെങ്കിൽ ഫയർ മൗണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ സ്ഥലം കാണാനാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ഇതൊക്കെ മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് അസർബൈജാനിൽ വരുമ്പോൾ. ഇതാണ് ഈ സ്ഥലം. ഇവിടെ ഏതോ കാലത്ത് ആരോ കത്തിച്ചതാണ് ഈ സംഭവം, പക്ഷേ ഇന്നും ഇത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ആരൊക്കെ ആൾക്കാർ കോയിൻസ് കൊടുത്തിട്ടുണ്ട്, എന്തൊരു വെറുതെ അതൊരു അത്ഭുതമാണെന്നുള്ള രീതിയിലായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറേ കോയിൻസ് എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു റെഡ് ലൈൻ കണ്ടിട്ടില്ലേ, ഇതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് വേണം കാണാൻ. ഇതിൽ എന്തോ വാതകം എന്തോ സംഭവം കത്തുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ, ഭൂമിയുടെ അടിയിലെ എന്തോ സംഭവമാണ്. പക്ഷെ അത് എത്രയോ വർഷങ്ങളായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാൻഡ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ വീട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ അസർബൈജാനിൽ വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ദ ലാൻഡ് ഓഫ് ഫയർ. അങ്ങനെ നമ്മൾ അതും കണ്ടു. നല്ല ചൂടുണ്ട്. ഞാൻ ഗ്ലൗസ് എടുക്കാൻ പറഞ്ഞു വണ്ടിയിൽ നിന്ന്. അതിനടുത്തിരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്, ചൂടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ അടുത്തിരുന്നിട്ട് ഫോട്ടോ കിടന്ന് ഇവിടുത്തെ ഗൈഡ് മറ്റേ സെക്യൂരിറ്റി ആരോ വന്നിട്ട് പറഞ്ഞു ആ റെഡ് ലൈനിൻ്റെ അപ്പുറത്ത് പോയിട്ട് നിങ്ങൾ ഒന്ന് അവിടെ നിൽക്കരുതെന്ന്. പക്ഷേ ചിലപ്പോൾ ഇത് ഫയർ നാച്ചുറൽ അല്ലല്ലോ, സോറി നാച്ചുറൽ അത് നമ്മളിങ്ങനെ കത്തിക്കുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് തീ വരിക, എത്ര ഇതിലെ വരിക എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് അധികം അടുത്ത് പോയില്ലേ എന്ന് പറയുന്നത്. എന്തായാലും അസർബൈജാനിൽ വരുമ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമ്മളവിടുന്ന് മൗണ്ട് വോൾക്കാനോന്ന് ഒരു ടിക്കറ്റ് എടുത്തില്ലേ, അവിടുത്തെ ആ ടിക്കറ്റ് കൊണ്ട് തന്നെ ഇവിടെയും ടെമ്പിളോ അങ്ങനെ എന്തൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലുള്ള ടിക്കറ്റ് ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം, അതും നമ്മൾ കണ്ടു.
ഒരു അത്ഭുതമായിട്ട് കാണേണ്ട സംഭവം തന്നെയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ആൾക്കാർ അവിടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ കാണുന്നില്ല. ഇവിടെ ഒരു ഗാലറി ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് ആൾക്കാർക്ക് അങ്ങനെ ഇരുന്ന് കാണാം. ഫയർ മൗണ്ട്, ലാൻഡ് ഓഫ് ഫയർ എന്നുള്ള സ്ഥലത്ത് നിന്ന്, ഫയർ മൗണ്ടിൽ നിന്ന് വന്ന് ഇപ്പോൾ ഫയർ ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അവിടെ കുറേ എന്തൊക്കെ സുവീനിയർ വെക്കുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫയർ ടെമ്പിളിൽ ഇവിടെ എന്താ എന്നുള്ളത് കയറി നോക്കട്ടെ. ഒരു കോട്ട ഇതിലാണ്, സ്റ്റൈലാണ് നിൽക്കുന്നത്. ഫയർ ടെമ്പിൾ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലുമായാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്നു അസർബൈജാൻ. മധ്യകാലഘട്ടത്തിൽ മധ്യേഷ്യയിൽ ധാരാളം ഇന്ത്യൻ സമൂഹങ്ങളുണ്ടായിരുന്നു. ബാക്കുവിൽ പഞ്ചാബിലെ മുൽത്താനിൽ നിന്നുള്ളവരും അർമേനിയക്കാരുമായിരുന്നു പ്രാദേശിക സമ്പദ് വ്യവസ്ഥ നിയന്ത്രിച്ചിരുന്നത്. കാസ്പിയൻ കടലിലെ കപ്പലുകളുടെ തടിപ്പണിയും ചെയ്തിരുന്നത് പൊതുവിൽ ഇന്ത്യക്കാരായിരുന്നു. ബാക്കുവിലെ ഇന്ത്യൻ സമൂഹമായിരിക്കണം ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. 1975 ഇതൊരു മ്യൂസിയമായി മാറുന്നത്. 1969 വരെ നിലക്കാത്ത ഭൂമിക്കടിയിൽ നിന്നുള്ള ആ ഒരു നിലക്കാത്ത തീജ്വാല ഉണ്ടായിരുന്നു. നാച്ചുറൽ ഗ്യാസ് ആയിരുന്നു ഭൂമിക്കടിയിൽ നിന്നുണ്ടായിരുന്നത്. പക്ഷേ 1969 ശേഷം അത് നിലക്കുകയും ഇപ്പോൾ അത് കൃത്രിമമായിട്ട് പൈപ്പ് ലൈൻ വഴി ഗ്യാസ് ലൈൻ ഇട്ടിട്ടാണ് ഇപ്പോൾ അത് ആ ഒരു അഗ്നി അവിടെ നിലനിർത്തുന്നത്. ഹിന്ദുയിസം, ഹിന്ദുയിസം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകൾ വരും. ഇസ്ലാം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ആൾക്കാരുടെ കയ്യിൽ വന്നിട്ട് അതിൻ്റെ ആ ഒരു ഹിസ്റ്ററി ഇതിൽ പറയുന്നുണ്ട്. ഷാ ഇസ്മായിൽ ഉണ്ട്. ക്രിസ്ത്യാനിറ്റി, നമ്മളിപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇതിലൊക്കെ റെസ്റ്റോറൻ്റാണ്. അസർബൈജാനി ക്രിസ്ത്യൻസ് എന്നിട്ട് ഇവിടുത്തെ അസർബൈജാനി ഫുഡിൻ്റെ ട്രഡീഷണൽ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാണ് അല്ലേ നമ്മൾ അസർബൈജാൻ വിടുകയാണ്. 2-3 ദിവസത്തെ അടിച്ച് പൊളിച്ച് കഴിച്ചാൽ ഇവിടുത്തെ സ്ഥലങ്ങളും ഇവിടുത്തെ ക്ലൈമറ്റും എല്ലാതും ഇവിടുത്തെ ഫുഡും എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അസർബൈജാൻ വിടുന്നത്. എന്തായാലും ഇതെൻ്റെ ബ്ലോഗിൻ്റെ ലാസ്റ്റ് ഭാഗമായിരുന്നു. ഇത് കഴിഞ്ഞാൽ ഒരു ഫുഡ് ബ്ലോഗ്, അതായത് അസർബൈജാനിലുള്ള ഫുഡിൻ്റെ ഒരു ബ്ലോഗായിട്ട് സെപ്പറേറ്റ്, ഞാൻ കഴിച്ച ഫുഡുകൾ മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ബ്ലോഗുണ്ട്. അത് കഴിഞ്ഞ് അസർബൈജാൻ ബ്ലോഗ് അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ വരുമ്പോൾ ഒരാളെ മീറ്റ് ചെയ്ത്, അദ്ദേഹം എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്. അയാൾ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചപ്പോൾ അയാളെ ഹാൻഡ് ബാഗിൽ ലിക്വിഡ് ഉണ്ടായിരുന്നു, വൈനും എന്ത് സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഹാൻഡ് ബാഗിൽ അലൗഡ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ലഗേജിലിടാം എന്നുകൊണ്ട് അയാൾ തിരിച്ചൊരു ലഗേജിലിടുകയാണ്. അപ്പോൾ അയാൾ തിരിച്ചു പോയി അയാൾ ലഗേജിൽ കയറ്റി വിട്ടു, അയാളെ ഹാൻഡ് ബാഗിൽ തിരിച്ചു വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമ്മളെ കയ്യിൽ ഹാൻഡ് ബാഗിൽ വെക്കാത്തത്? സെക്യൂരിറ്റിയുടെ ഭാഗമാണെന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ എമിഗ്രേഷൻ കഴിഞ്ഞ് വന്ന് നമ്മൾ ഗേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലാണുള്ളത്. ഇവിടെ ഇരിക്കുന്നതെല്ലാം മദ്യങ്ങളൊക്കെ തന്നെയാണ്, വൈനും വിസ്കിയും പോടൊക്കെ എല്ലാ സംഭവങ്ങളും ഇരിക്കുന്നുണ്ട്. ഇതും നമുക്ക് വാങ്ങിയിട്ട് നമ്മളെ ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് ഇപ്പുറം കിടക്കാം. അപ്പം എന്ത് സെക്യൂരിറ്റിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കൊണ്ടുവന്ന സാധനം അപ്പുറം കിടക്കുമ്പോൾ ഇല്ലാത്ത സെക്യൂരിറ്റി, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിയുടെ പ്രോബ്ലം നമ്മൾ ഇവിടുന്ന് ഒരു സാധനം വാങ്ങിയിട്ട് അപ്പുറം കിടക്കുമ്പോൾ ആ പ്രോബ്ലം ഇല്ലാതാവുന്നത് എങ്ങനെയാണെന്ന്, അത് എന്തുകൊണ്ടാണ് അവരത് ബ്ലോക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എനിവേ അസർബൈജാൻ്റെ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ അവിടെ വെച്ചിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.